നമസ്കാരം. ഇന്ദുലഗ്നം അഥവാ ധനലഗ്നം എന്താണ് എന്ന് നോക്കാം. ഏതൊരാൾക്കും സ്വന്തം ഗ്രഹനില അനുസരിച്ച് ഇന്ദുലഗ്നം അല്ലെങ്കിൽ ധനലഗ്നം അവർക്ക് തന്നെ സ്വയം കണ്ടുപിടിക്കാവുന്നതാണ്. ലഗ്നത്തിനും ചന്ദ്രരാശിക്കും തുല്യ പ്രാധാന്യം നൽകുന്നതാണ് ഇന്ദുലഗ്നം അഥവാ ധനലഗ്നം. എന്താണ് ഇന്ദുലഗ്നം അല്ലെങ്കിൽ ധനലഗ്നം? ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമായി ലഗ്നരാശിയും ചന്ദ്രൻ നിൽക്കുന്ന രാശിയും ഏതെന്ന് മനസ്സിലാക്കണം. മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളിൽ ഏതെങ്കിലും ഒരു രാശിയായിരിക്കും ലഗ്നരാശി. ലഗ്നരാശി കണ്ടുപിടിക്കുക ല എന്നെഴുതിയ രാശിയാണ് ലഗ്നരാശി. സ്വന്തം ഗ്രഹനിലയിൽ ല എന്ന് എഴുതിയ എവിടെയാണോ അതായിരിക്കും ലഗ്നരാശി എന്ന് പറയുന്നത്. ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ ച എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇത് ചിലപ്പം കർക്കിടകമാകാം, അല്ലെങ്കിൽ മേടമാവാം, അല്ലെങ്കിൽ മിഥുനമോ ഏതെങ്കിലും ആയിരിക്കാം. ഇത് ആദ്യം കണ്ടുപിടിക്കുക. അതായത് ഒരാളുടെ ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയും ച എന്ന് അടയാളപ്പെടുത്തിയത്, അതേപോലെ തന്നെ ലഗ്നരാശിയും ല എന്ന് അടയാളപ്പെടുത്തിയത് മനസ്സിലാക്കി വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ലഗ്നരാശിയും ചന്ദ്രൻ നിൽക്കുന്ന രാശിയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് ല എന്ന രാശിയിൽ നിന്നും 9-ാം രാശിയിലേക്ക് എണ്ണുകയാണ്. 9-ാം ഭാവം, അതായത് ല എന്ന എഴുതിയ രാശി 1, 2, 3 എന്നിങ്ങനെ കണക്കാക്കി 9-ാം ഭാവം ഏതാണെന്ന് കാണുകയാണ്. അതേപോലെ തന്നെ ച എന്ന് എഴുതിയ രാശി 1 കണക്കാക്കി ക്ലോക്ക് വൈസിൽ 1, 2, 3 അങ്ങനെ 9-ാം ഭാവം അടയാളപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി പറയാം. ച എന്ന രാശിയിൽ നിന്നും 9-ാം ഭാവവും ല എന്നെഴുതിയ രാശിയിൽ നിന്നും 9-ാം ഭാവവും കണക്കാക്കി അത് ഏത് രാശിയാണ് എന്ന് മനസ്സിലാക്കുകയാണ്. ഇനി മനസ്സിലാക്കേണ്ടത് ഈ രാശിയുടെ രാശ്യാധിപൻ ഏതാണ് എന്ന് അറിയണം. ഉദാഹരണമായി മേടം, അതേപോലെ തന്നെ വൃശ്ചികൻ രാശിയുടെ അധിപൻ ചൊവ്വയും, ഇടവം തുലാം രാശിയുടെ അധിപൻ ശുക്രനും, മിഥുനം കന്നി രാശിയുടെ അധിപൻ ബുധനും, കർക്കിടകൻ രാശിയുടെ അധിപൻ ചന്ദ്രനും, ചിങ്ങൻ രാശിയുടെ അധിപൻ ആദിത്യൻ അഥവാ രവിയും, ധനു മീനൻ രാശിയുടെ അധിപൻ വ്യാഴം അഥവാ ഗുരുവും, മകരം കുംഭൻ രാശിയുടെ അധിപൻ ശനിയും ആകുന്നു. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ 2 രാശിയുടെയും അധിപൻ ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അടുത്തതായി രാശ്യാധിപനായ ഗ്രഹത്തിൻ്റെ കല എത്രയാണ് എന്ന് അറിയേണ്ടതുണ്ട്. ഇവിടെ ഓരോ ഗ്രഹത്തിനും സൂക്ഷ്മസംഖ്യ കൊടുത്തിട്ടുണ്ട്. രാശ്യാധിപനായ ഗ്രഹത്തിൻ്റെ സൂക്ഷ്മസംഖ്യ എത്രയാണ് എന്ന് മനസ്സിലാക്കുക. ഉദാഹരണമായി ആദിത്യന് 30, ചന്ദ്രന് 16, ചൊവ്വക്ക് 6, ഗുരുവിന് 10, ശുക്രന് 12, ബുധന് 8, ശനിക്ക് 1 ആണ്. ശക്തഗ്രഹങ്ങൾക്ക് മാത്രമേ കല ഉണ്ടായിരിക്കുകയുള്ളൂ. രാഹു, കേതു, അതേപോലെ ഗുളികൻ ഇവ 3നും കല കണക്കാക്കുന്നതല്ല. ഇവിടെ രാശ്യാധിപനായി കിട്ടിയ ഗ്രഹത്തിൻ്റെ കല എത്രയാണ് എന്ന് കണക്കാക്കി ആ 2 കലയും തമ്മിൽ കൂട്ടുക. അങ്ങനെ കിട്ടിയതിനെ 12-ൽ കൂടുതൽ ആണെങ്കിൽ 12 കൊണ്ട് ഹരിക്കേണ്ടതുണ്ട്. അതിന് കിട്ടുന്ന ശിഷ്ടം എത്രയാണ് എന്ന് നോക്കണം. ആ ശിഷ്ടം ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും എണ്ണി, അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി 1 കണക്കാക്കി എണ്ണി, ഉദാഹരണത്തിന് 4 ശിഷ്ടം കിട്ടിയതെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശി 1 കണക്കാക്കി 1, 2, 3, 4 ആയിരിക്കും ഇന്ദുലഗ്നം അഥവാ ധനലഗ്നം ആയി കണക്കാക്കുന്നത്. ഇത് മനസ്സിലാക്കുവാൻ കുറച്ച് അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കന്നി ലഗ്നമായിട്ട് ഉള്ളവർക്ക്, അതായത് കന്നി രാശിയില്ല എന്ന് അടയാളപ്പെടുത്തിയവർക്ക് അവരുടെ 9-ാം ഭാവം ഇടവം ആയിരിക്കും. ഇടവത്തിൻ്റെ രാശി അധിപൻ ശുക്രൻ ആണ്. അതേപോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്ന രാശി കുംഭമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 9-ാം ഭാവം ഇതിൻ്റെ അധിപൻ ആയി വരുന്നത് ശുക്രൻ ആയിരിക്കും. ശുക്രൻ്റെ കല 12 അതിനാൽ ചന്ദ്രൻ്റെ 9-ാം ഭാവവും ശുക്രൻ തന്നെ, അതേപോലെ തന്നെ ലഗ്നത്തിൻ്റെ 9-ാം ഭാവവും ശുക്രൻ തന്നെ. അതുകൊണ്ട് ശുക്രൻ്റെ കലയായ 12നോട് 12 കൂട്ടിയാൽ 24 ആണ് കിട്ടുന്നത്. 24നെ 12 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 ആയിരിക്കും. അതായത് ശിഷ്ടം ഒന്നും ഇല്ല. ശിഷ്ടം ഇല്ലാതെ വരുമ്പോൾ
ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ തൊട്ട് മുമ്പത്തെ രാശിയായിരിക്കും ഹിന്ദു ലഗ്നം അഥവാ ധനലഗ്നമായി കാണുന്നത്. ഇനി 12 കൊണ്ട് ഹരിക്കാൻ കഴിയാത്തത്, അതായത് 11 വരെയാണ് കിട്ടുന്നതെങ്കിൽ അതിനെ 12 കൊണ്ട് ഹരിക്കേണ്ടതില്ല. ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും ആ രാശി എണ്ണി അവിടെയായിരിക്കും ഹിന്ദു ലഗ്നമായി കണക്കാക്കേണ്ടത്. ഒരു ഉദാഹരണം കൂടി പറയാം. ലഗ്നം ചിങ്ങമാണെങ്കിൽ അതിൻ്റെ 9ാം ഭാവം മേടമാണ്. മേടത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വക്ക് 6 കലയാണ് ഉള്ളത്. ചന്ദ്രൻ മിഥുനൻ രാശിയിലാണെങ്കിൽ അതിൻ്റെ 9ാം ഭാവം കുംഭമാണ്. കുംഭത്തിൻ്റെ അധിപൻ ശനിയാണ്. ശനിക്ക് 1 കലയാണുള്ളത്. അപ്പോൾ ശനിയുടെയും ചൊവ്വയുടെയും കല കൂട്ടുക. 6 + 1 = 7. 7 12-ൽ കുറവ് ആയതുകൊണ്ട് തന്നെ ചന്ദ്രൻ നിൽക്കുന്ന രാശി 1ആയി കണക്കാക്കി 7ാമത്തെ രാശി ഏതാണോ അതായിരിക്കും ഹിന്ദു ലഗ്നം അഥവാ ധനലഗ്നമായി കണക്കാക്കുന്നത്. ഇവിടെ 7ാമത്തെ രാശി ധനു ആയതുകൊണ്ട് തന്നെ ധനു ആണ് ധനലഗ്നം അഥവാ ഹിന്ദു ലഗ്നമായി കാണുന്നത്. ധനമാർഗം കൂട്ടിക്കിട്ടുന്നതിനും ധനാഗമനം ഉണ്ടാവുന്നതിനും ഹിന്ദു ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കി ആ ഗ്രഹത്തെ പ്രീതിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഹിന്ദു ലഗ്ന രാശിയിൽ ശുഭഗ്രഹങ്ങൾ പാപദൃഷ്ടിയില്ലാതെ നിൽക്കുകയോ ശുഭയോഗമുണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അളവിൽ അധികം സമ്പത്ത് ലഭിക്കുവാൻ ആ വ്യക്തിക്ക് കഴിയുന്നതാണ്. ആ ഗ്രഹങ്ങളുടെ ദശാപകാര കാലത്ത് ധനാഗമന മാർഗങ്ങൾ ചെയ്യുകയാണെങ്കിൽ ധനവരവ് വർദ്ധിക്കുന്നതാണ്, ഭാഗ്യം തെളിയുന്നതാണ്. ധനലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹം രാശി അധിപൻ്റെ മിത്രമായാൽ ധനവരവ് വർദ്ധിക്കുന്നതാണ്. ഏതൊരു വ്യക്തിക്കും സ്വന്തം ഹിന്ദു ലഗ്നം അഥവാ ധനലഗ്നം കണ്ടുപിടിച്ച് അതുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുകയും മന്ത്രം ജപിക്കുകയും അതേപോലെ തന്നെ വഴിപാടുകളൊക്കെ ചെയ്യുകയും ചെയ്താൽ അവർക്ക് ഏറെ ധനാഗമനം ഉണ്ടാവുകയും ധനപുഷ്ടി നേടുവാനും കഴിയുന്നതാണ്. ഒരു ഉദാഹരണം നോക്കാം. ഗ്രഹനിലയിൽ മീനത്തിൽ ആണ് ലഗ്നമെങ്കിൽ ലഗ്നത്തിൻ്റെ 9ാം ഭാവം വൃശ്ചികം ആയിരിക്കും. വൃശ്ചികത്തിൻ്റെ അധിപൻ ശുക്രനാണ്. ശുക്രന് 12 കലയാണ് ഉള്ളത്. ചന്ദ്രൻ ചിങ്ങത്തിൽ ആണ് ഉള്ളതെങ്കിൽ ചിങ്ങത്തിൻ്റെ 9ാം ഭാവം മേടം ആയിരിക്കും. മേടത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വക്ക് 6 കലയാണ് ഉള്ളത്. അപ്പോൾ ശുക്രൻ്റെ 12 കലയും ചൊവ്വയുടെ 6 കലയും ചേർത്താൽ 18 കലയാണ് ഉണ്ടാവുന്നത്. ഈ 18നെ 12 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം കിട്ടുന്നത് 6 ആണ്. ചന്ദ്രൻ നിൽക്കുന്ന ചിങ്ങൻ രാശി 1ആയി കണക്കാക്കി 6 രാശി കാണുമ്പോൾ ചന്ദ്രൻ 1, അടുത്തത് 2, 3, 4 എങ്ങനെ 6ാമത്തെ രാശി കാണുമ്പോൾ ആ രാശി മകരം ആയിരിക്കും. അപ്പോൾ മകരം ആണ് ഇവരുടെ ഹിന്ദു ലഗ്നം അല്ലെങ്കിൽ ധനലഗ്നമായി കണക്കാക്കുന്നത്. ഏതൊരാളുടെയും ഗ്രഹനിലയിൽ ദൈവം ചെയ്തു വെച്ചിട്ടുള്ള ധനമാർഗത്തിനുള്ള ഒരു കയ്യൊപ്പ് ആണ് ഹിന്ദു ലഗ്നം അല്ലെങ്കിൽ ധനലഗ്നം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഹിന്ദു ലഗ്നം എന്താണെന്ന് മനസ്സിലാക്കി ആ രാശിയുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുമ്പോൾ ധനവരവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്.